ഇലക്ഷൻ കഴിഞ്ഞതിനോട് മുന്നോടിയായി LDF നേതാക്കൾ BJPക്കെതിരെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ച NDA BJP സ്ഥാനാർത്ഥി കരമന ജയനെതിരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെയും അഴിച്ചുവിടുന്ന വ്യാജ ആരോപണങ്ങൾക്കെതിരെ കൃത്യമായ വിശദീകരണം നൽകുകയാണ് BJP തിരുവനന്തപുരം ജില്ലാ നേതാവ് കരമന ജയൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക്. ഞാനിന്ന് ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും CPMൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടിയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന റഹീമും മാറി മാറി തിരുവനന്തപുരം നഗരത്തിൽ പണമൊഴുക്കിയും മദ്യമൊഴുക്കിയുമാണ് BJP വോട്ട് നേടുന്നതെന്ന് കള്ള ആരോപണങ്ങൾ നിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ പരാജയപ്പെട്ടതിൻ്റെ സമ്മതമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളായിട്ടാണ് BJP ഇത് കാണുന്നത്. അതിന് മറുപടി കൊടുക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല സംഘടനാ ശക്തിയും BJPയുടെ ജനപിന്തുണയും. അത് പണമൊഴുക്കിയോ മദ്യമൊഴുക്കിയോ BJPക്ക് ജനങ്ങളുടെ പിന്തുണ നേടേണ്ട ആവശ്യമില്ല. 2011 മുതൽ നിയമനിയോജക മണ്ഡലത്തിൽ BJPയുടെ ശക്തി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അന്ന് BJP അധികാരത്തിലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു 2011. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ O രാജഗോപാൽ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. അന്ന് ശിവൻകുട്ടി ജയിച്ചു. അതിനുശേഷം 2016 ശ്രീ O രാജഗോപാൽ ജയിച്ചു, ശിവൻകുട്ടി പരാജയപ്പെട്ടു. 2021 ശ്രീ കുമ്മനം രാജശേഖരൻ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് 2004 നോക്കിയാൽ 2004 തൊട്ട് അന്നത്തെ നേമം നിയോജക മണ്ഡലം, അന്നത്തെ ഈസ്റ്റ് നിയോജക മണ്ഡലം, ഇന്നത്തെ സെൻട്രൽ മണ്ഡലത്തിൽപ്പെട്ട ഈസ്റ്റ് നിയോജക മണ്ഡലത്തിൽ പതിവായിട്ട് BJP ലീഡ് ചെയ്തു വരുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. 2001 സംഭവിച്ചിട്ടുണ്ട്, 2014 സംഭവിച്ചിട്ടുണ്ട്, 2019 സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ വോട്ടുകൾക്ക് വ്യത്യസ്തമാണ്. അപ്പം ആകെ നോക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് BJPയുടെ ശക്തി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിയമനിയോജക മണ്ഡലത്തിൽ പഴയ ഈസ്റ്റ് നിയോജക മണ്ഡലം എടുത്ത് നോക്കുന്ന സമയത്തും BJPയുടെ ലീഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPയുടെ ശക്തി അന്ന് ഇന്നും ഒക്കെ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ ബലം ശക്തമായിട്ടുള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരം നഗരം. തിരുവനന്തപുരം നഗരത്തിലെ ആകെ 864 ബൂത്തുകളുണ്ട്. ആ 864 ബൂത്തിൽ 856 ബൂത്തുകളിലും BJPക്ക് ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുണ്ട്. ഇവിടെ റഹീം സൂചിപ്പിക്കും പോലെ ഒരു വീട്ടിലെ 10,000 രൂപ കൊടുത്ത് വോട്ട് വാങ്ങേണ്ട ഗതികേടൊന്നും BJPക്കില്ല എന്നുള്ളത് റഹീം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി പറയുന്നത് നിയമനിയോജക മണ്ഡലത്തിൽ ആകമാനം പണമൊഴുക്കി രാജീവ് ചന്ദ്രശേഖർ വോട്ട് നേടുന്നു എന്നതാണ്. ഇതെല്ലാം പറയാൻ കാരണം എന്താണ്? ഇതൊക്കെ ശിവൻകുട്ടിക്കും റഹീമിനും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് പ്രതികൂലമാണ് എന്നുള്ളത് നിശ്ചയിച്ചുകൊണ്ട് അഡ്വാൻസ് ജാമ്യം എടുക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ മറുപടി. അല്ലാതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിട്ടിയാക്കരുത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ശിവൻകുട്ടി ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്നതാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെക്കുറിച്ച് ശിവൻകുട്ടിക്ക് അറിയില്ലേ? റഹീമിന് അറിയില്ലേ? റഹീം തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ കൂടുതൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ശിവൻകുട്ടിയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഇവിടുത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക്, തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെല്ലാം പണം വാങ്ങിയും മദ്യം കഴിച്ചുമാണ് വോട്ട് കൊടുക്കുന്നത് എന്ന് ഇവിടുത്തെ ജനങ്ങളെ അവഹേളിക്കുന്ന, പ്രത്യേകിച്ചും
നിയോജക മണ്ഡലത്തിലെ തന്നെ ജയിപ്പിച്ചു വിട്ട നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ അപമാനപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം വാക്കുകൾ ശിവൻകുട്ടി നിർത്തണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. BJP ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ്. BJP തിരുവനന്തപുരം നഗരത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിലും BJP ജയിക്കുമെന്നുള്ളത്. കാരണം ഞങ്ങൾക്ക് അതിന് വസ്തുത ഉണ്ട്, അടിസ്ഥാനമുണ്ട്. ഞങ്ങൾ പറയുന്നതിൽ അടിസ്ഥാനമുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം മാധ്യമങ്ങളോട് ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ വരുമെന്നുള്ളത്. ഞങ്ങൾ 50 കൗൺസിലർമാരെ ജയിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. കഴിഞ്ഞ കാലങ്ങൾക്കും 35 പേര് 2015-ലും 2020-ലും ഞങ്ങൾ കൗൺസിലർമാരെ സൃഷ്ടിച്ചെടുത്തു. നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ 22 വാർഡുകളിൽ 17 സ്ഥലത്ത് BJP കൗൺസിലർമാരാണ് എന്നുള്ളത് ശിവൻകുട്ടി മറന്നുപോയോ? അപ്പോൾ ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ജയിക്കാൻ ഇത്തരത്തിലുള്ള പണമോ മദ്യമോ ഒഴുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പരാജയം ഉണ്ടാകുന്ന സമയത്ത് എങ്കിൽ പിന്നെ ശിവൻകുട്ടി ജയിച്ചത് എങ്ങനെയാണോ? ഇങ്ങനെയാണോ ജയിച്ചത്? നിയോജക മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ കടകൂട്ട് ജയിച്ചത് ഇങ്ങനെയാണോ? ഇത് പറയാൻ ശിവൻകുട്ടിക്ക് അവകാശമില്ല, റഹീമിന് അവകാശമില്ല. കാരണം ഇവർ CPMൻ്റെ വലിയ പരാജയം അവർക്ക് മണക്കുന്നുണ്ട്. നിയോജക മണ്ഡലത്തിൽ ഇന്നൊരു കണക്ക് വന്നു. ഇന്നിപ്പോൾ ശിവൻകുട്ടി സംസ്ഥാന വിദ്യാമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം 58,000 വോട്ട് നേടുമെന്നാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. 45,000-ന് പുറത്ത് വോട്ട് പിടിക്കാൻ ശിവൻകുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വെല്ലുവിളിക്കുകയാണ്. 45,000-ന് വോട്ട് പിടിക്കാൻ ശിവൻകുട്ടിക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ 65,000-ന് പുറത്ത് വോട്ട് നേടി വൻപിച്ച ഭൂരിപക്ഷത്തോടെ നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. നിയോജക മണ്ഡലത്തിലെ BJPയുടെ സംഘടനാ ശക്തിയും BJPയുടെ ജനങ്ങളുടെ പിന്തുണയും രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് പാത ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മാധ്യമ സുഹൃത്തുക്കളടക്കം പൊതുസമൂഹം അടക്കം സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഇതിനെയൊക്കെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടി ഇനി നാളെ പരാജയപ്പെട്ടാൽ പരാജയമുണ്ടായത് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചത് മദ്യമൊഴുക്കിയും പണമൊഴുക്കിയതാണ് എന്നുള്ളതിന് അഡ്വാൻസ് ജാമ്യം എന്നുള്ള തരത്തിൽ BJP ഇത് കാണുന്നുള്ളൂ. ഇത് ഞങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്.